ഞാൻ കഴിച്ചു, ലച്ചു കഴിക്കട്ടെ. അങ്ങനെ കാണി ആരെങ്കിലും എന്താ പറയാ ഈ റെസിപ്പി നമ്മൾ മാക്സിമം ഉള്ളൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇവിടെയൊക്കെ കുറച്ച് വലിയ മുള്ളുകളുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് കഴിക്കണം. പിന്നെ എന്താ പറയുക, ഇത് ഞങ്ങളുടെ ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചൂടായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ബട്ടർ ഗാർലിക് ഫിഷ് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് എടുക്കാം, നമ്മുടെ കയ്യിൽ കിട്ടണ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പം ഇവിടെ ഞങ്ങൾ എടുത്തേക്കുന്നത് പിലോപ്പിയാണ് കേട്ടോ. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് മീനിൻ്റെ നമ്മൾ എല്ലാം തേച്ച് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് കുറച്ച് ഗാർലിക്കും കൂടെ വേണം, 2 ടേബിൾ സ്പൂൺ മതിയാകും. ഫിഷിനെ ഒന്ന് കാണിച്ചേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തത്. ഫിഷിനെ എനിക്ക് കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് തന്ന ചെയ്തോണ്ടാണ് കേട്ടോ. ഇത് വെട്ടണോ? ഇവിടെ തൊട്ട് നമ്മൾ ചീന്തി എടുക്കാം അല്ലേ. നമ്മളിത് ഫിഷൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്, മുള്ളൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചെറിയ പീസാക്കി മുറിക്കാം കേട്ടോ. ഇങ്ങനെ മുറിക്കാമല്ലേ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇത് 2 പിലോപ്പിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നമ്മുടെ മിക്സ് ചെയ്യാം. നമുക്ക് പെപ്പറും കൂടെ ആഡ് ചെയ്യണം. കുറച്ച് പെപ്പറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയി കുളിച്ചിട്ടും വരാം. ഇത് നല്ല നൈഫ് വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ കട്ട് ചെയ്യാനും ഉള്ള ഒരു ഇത് വേണം. നമ്മളിത് പിലോപ്പി അല്ലേ എടുത്തേക്കണത്. ഇത്ര മതിയില്ലേ? 2 ടേബിൾ ഇത്രയും മതിയാകും. കുറേ ഇട്ടാൽ നമ്മൾ ഇപ്പം ഫിഷിലും കുറച്ച് തേച്ച് വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഗാർലിക് പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഫിഷിൽ ഗാർലിക് ഞാനിങ്ങനെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. സെയിം, രണ്ടും ഒന്നാണല്ലോ. അപ്പം ഇതൊന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കും. ഗാർലിക് 2 ടീസ്പൂൺ മതിയത് കേട്ടാ. ഗാർലിക് പൗഡർ അല്ല, ഈ ഗാർലിക് കൊത്തിയരിഞ്ഞത്. വീഡിയോ എടുക്കണോ? ഗാർലിക്കും അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കാരണം മീൻ നന്നാക്കി കഴിഞ്ഞ് ഒന്ന് കുളിക്കണം. ചോപ്പ് ചെയ്ത് എനിക്ക് എടുക്കാം. കുട്ടികൾക്ക് ചിലപ്പോൾ മീനൊന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ ലച്ചുവിന് ഒട്ടും ഇഷ്ടമല്ല മീൻ കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫിഷ് കഴിച്ചാലോ. ചിലപ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക, ഇങ്ങനെ വലിയ വലിയ വിഭവങ്ങളെക്കാളും ഇഷ്ടം ചിലപ്പോൾ ഇങ്ങനെ കൊച്ചു അധികം ഒന്നും ചേർക്കാത്ത കുഞ്ഞു ഐറ്റംസൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്. നമ്മളിത് പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ. അത്രയ്ക്ക് എളുപ്പമാണ് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ മീൻ കട്ട് ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. അതും സിമ്പിളായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അതും ഈസിയാണ്. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഒന്ന് കത്തിച്ച് വെക്കട്ടെ കേട്ടോ. പാനൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അതേ മൈദയാണ് എടുത്തേക്കണത്. നമുക്ക് ഫിഷ് ഇതിൽ കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. 10-15 മിനിറ്റ് മതി. നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ
സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ വേറെ കുരുമുളക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണോ? കുരുമുളക് വേണം, ചില്ലി ഫ്ലേക്സ് വേണം, അങ്ങനത്തെ കുഞ്ഞു ഞാൻ പറയാം, പോകെ പറയാം. കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചിട്ടാ. പിന്നെ നമ്മുടെ മെയിൻ ഒരു സംഭവം ഉണ്ട്, ബട്ടർ. അത് വേണം കേട്ടോ. നമ്മള് ഇപ്പൊ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണത് സാധാരണ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത്, കോക്കനട്ട് ഓയിലിനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിൽ അങ്ങനെ എടുക്കണം. നാടൻ രുചിയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതായിട്ടുണ്ട്. കുരുമുളക് ഇല്ല, ഇതിനൊത്തൊന്നും വേണ്ട. നമ്മള് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അധികം ഓയിൽ വേണ്ട കേട്ടോ, ഒരു ഷാലോ ഫ്രൈ പോലെയാണ്. അധികം ഓയിൽ നമ്മൾ ആഡ് ചെയ്യണ്ട, നമ്മളൊരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തെടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇത് ഏത് ഷെഫാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ അത്രയ്ക്ക് എന്താ പറയുക നല്ല രുചിയാണ് ആയിരിക്കും. അപ്പം നമ്മൾ മാക്സിമം മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ ഇവിടെയൊക്കെ കുറച്ച് വലിയ മുള്ളുകളുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് കഴിക്കണം. പിന്നെന്താ പറയുക, ഇത് ഞങ്ങളുടെ ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഇത് ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ മെനുവിലേക്ക് എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കോട്ട് ചെയ്തിട്ട് ഫിഷ് ഒന്ന് ഇതാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്താൽ മതി ഇതുപോലെ. ആരെങ്കിലും എന്താ പറയുക ഈ റെസിപ്പി ഒന്ന് പരീക്ഷണം നടത്തിക്കളയാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ തിലോപ്പി തന്നെ എടുത്തോട്ടെ, വലിയ വിലയൊന്നും ഇല്ലല്ലോ. ഇത് നമ്മൾ സക്സസ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മീനിലൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും സിമ്മിലല്ല ഇട്ടേക്കണത്, ഫ്ലെയിം കൂട്ടി തന്നെയാണ് കേട്ടോ വെച്ചേക്കണത്. ഇതുണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് ആരെന്നെ ഓർമ്മ വരണമെന്ന് അറിയാം. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എനിക്കൊരാളെ ഇങ്ങനെ ഓർമ്മ വരിക, ബൂംബ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുള്ളി പറഞ്ഞ ഏതോ 1-2 റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഫിഷിൻ്റെ തന്നെ. പിന്നെ അതൊക്കെ കാണുമ്പോൾ കൊതിയാവും കഴിക്കാനായിട്ട്. അപ്പം ഇതായിട്ടുണ്ട്. 3 മിനിറ്റ് അപ്പുറം മതി എന്നാ പറഞ്ഞത്. ആയിട്ടുണ്ടാവില്ലേ? പിന്നെ ഫിഷ് അധികഴിഞ്ഞെടുത്താൽ നീ വേറെ കരിഞ്ഞ പോലെ ആയിപ്പോ അല്ല, ഒന്നും കൂടെ ആവട്ടെ അല്ലേ എന്നാ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന്. നമുക്ക് എപ്പോഴും സംശയമാണല്ലോ, ഇത് അയ്യോ ഇത് വെന്തിട്ടില്ലേ. പക്ഷെ എപ്പോഴും ഇത് ഓവർ ഡീപ്പായിട്ട് വേവിക്കാതെ ഇരിക്കണതാണ് നല്ലത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ബാച്ചിനും കൂടെ ഫ്രൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ മീനായിരിക്കും ഇങ്ങനെ ചെയ്യാൻ നല്ലത്. അതായത് ചാളയൊന്നും കൊള്ളില്ല എന്ന് തോന്നുന്നു. അയില, പിന്നെ കിളിമീൻ, വറ്റ, ചൂര, പിന്നെ മോത, അതൊക്കെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുക്കട്ടെ, അതെല്ലാം കോരി ഇങ്ങോട്ട് മാറ്റിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടെ റെഡിയാക്കാം. എന്നിട്ട് അടുത്തെടുക്കുക. ഇങ്ങനെ കുടഞ്ഞെടുക്കാം. ഞാൻ നോക്കുക, ഇങ്ങനെ കുടഞ്ഞെടുക്കാം. കുട്ടികളെ കാപ്പി ചെയ്ത് കൊടുക്കാം. ഇനി അവര് വളരെ ലൈറ്റായിട്ട് മതി എന്നാ പറഞ്ഞത്. ഉപ്പ് ഞാൻ അവര് പറഞ്ഞതിനേക്കാൾ ഇത്തിരിയും കൂടെ ആഡ് ചെയ്തു. ഇത് നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ. അധികമായ ഒരു ഇതുണ്ടാവില്ല. അത് ഇത് മാറ്റി ഒന്നും കുറച്ച് കൂട്ടി വെച്ചിട്ട് ഞാനിത് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയത്. സോസും കൂടി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഫുള്ള് മണമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. സേതുവിന് ഇഷ്ടമല്ല അത്രയും. അപ്പം ഇത് നമുക്ക് സേതുവിന് ഇഷ്ടപ്പെടിപ്പിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് ബാച്ചാണ് കേട്ടോ നമ്മൾ ഇടാൻ പോണത്. ഇത് ഫുള്ള് വാലിൻ്റെ പീസാണ്.
മറ്റത് കാണിച്ചു കൊടുക്കട്ടെ, ഇതിന്റെ വേസ്റ്റ് വന്ന സാധനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നും. ഇനി അത് വെച്ച് നമ്മളൊരു കറി ഉണ്ടാക്കാം, സാധാ കറി അല്ലേ. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ അതിന്റെ പിലോപ്പിയുടെ തലയൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാ, കണ്ട. എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെറിയൊരു കറി ഉണ്ടാക്കാം, ചോറിന്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രേവി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പൊ അത് കളഞ്ഞിട്ടില്ല, നമ്മുടെ സാധാരണ കറി കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കാൻ പോണത്. കാരണം നമുക്ക് ചോറിന്റെ കൂട്ടത്തിൽ ഒഴിച്ച് നമ്മുടെ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ കറി എന്തൊക്കെയാന്ന് വെച്ചാൽ കക്കറച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, പടവലങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഡിഷ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. ബിഗ് ബോസ് ഇന്നലെ ഞങ്ങൾ കണ്ടില്ല, അപ്പൊ പെട്ടെന്ന് ഉറക്കം വരും ലക്ഷ്മിനൊക്കെ കിടക്കാം. അപ്പൊ ഞാനും പോയി കിടന്നു. ഇന്നലെ ഭയങ്കര ടയർഡായിരുന്നു. ഇന്നലെ ഞങ്ങൾ കുറച്ചൊരു വീഡിയോയുടെ ഒക്കെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അതൊക്കെ പയ്യെ പറയാം. ഇതാ അപ്പം അത് നമുക്ക് ഇത്രയും പീസസാണ് നമ്മൾ വറുത്തെടുത്തേക്കുന്നത്. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. ഇനി നമുക്കിതിൻ്റെ മെയിൻ പ്രോസസ്സിലേക്ക് നമുക്ക് ചാടിക്കിടക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം ബട്ടർ. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം ബട്ടർ. ഇത് ഗാർലിക് ആയിട്ടല്ലേ, ബട്ടർ വേണം, ഗാർലിക്ക്, ചില്ലി ഫ്ലേക്സ്, ലെമൺ, പാഴ്സ്ലി. ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ പാഴ്സ്ലി ഇല്ലാന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതെ, ഇനി ഇല്ലാന്ന് ഓർത്ത് ചിലപ്പോൾ നമ്മള് ഇല്ലാതെ ഉണ്ടാക്കണം. ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യണം. അത്യാവശ്യത്തിന് ബട്ടർ ഇട്ടോളൂ കേട്ടോ, ആരും ഒന്നും പിഷ്കണ്ട. കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2-3 മീനൊക്കെ ഉണ്ടല്ലേ, ഇത്രയും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. നമ്മളൊന്ന് നോക്കണം കേട്ടോ. നമ്മള് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷവും എത്രയാണ് ഇതിന്റെ ഇത് നോക്കിയിട്ട് നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് എത്ര, ഗ്രേവി എത്ര വേണമെന്ന് അതുപോലെ ആക്കിയാൽ മതി. ഇതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. കാണുന്നുണ്ടോ? ഇതിലേക്ക് നമുക്ക് ഇനി ബൗളിലേക്ക് നമ്മളെ ഒഴിച്ച് സോസിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ പാത്രം പോരല്ലോ. സോസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണോ ചെയ്യണേ? അല്ലാതെ അല്ല ഇടട്ടെ. ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറെ ഒന്നും വേണ്ട കേട്ടോ, 2 ടേബിൾ സ്പൂൺ ഒക്കെ മതി. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം 2 ടീസ്പൂണോ ടേബിൾ സ്പൂൺ. പിന്നെ അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇനി ഇതിലേക്ക് ഇനി പെപ്പർ ആഡ് ചെയ്യണം. അതൊന്ന് സോട്ട് ആവട്ടെ. നമ്മുടെ ഗാർലിക് എപ്പോഴും അതിൻ്റെ ഫ്ലേവറും സ്മെല്ലും ഒക്കെ വരട്ടെ. കുറച്ച് നമുക്ക് എരിവിനായിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറിലേക്ക് ആഡ് ചെയ്യണേ കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് മൈദ, ഒരു ലൈറ്റ്, ഇത് ഇത്രയും, അത് അത്രയും മതി, കുറച്ച് ഇതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സോൾട്ടാണ് കേട്ടോ ആഡ് ചെയ്യണത്. സോൾട്ട് കുറച്ച് ഇട്ട് കൊടുക്കണം. സോൾട്ട്, ലൈം ജ്യൂസ്, കുറച്ച് ലൈം ആഡ് ചെയ്യണം. കാരണം മീനിനൊരു പുളിയൊക്കെ വരണമല്ലോ. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ എരിവിന് ആവശ്യമുള്ള ചില്ലി ഫ്ലേക്സ്. ദെൻ നമ്മൾ ആഡ് ചെയ്യാനുള്ളത് പാഴ്സ്ലി. ഇവിടെ ഉണ്ട് പാഴ്സ്ലി, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യണത്. ഇത്ര മതിയാവില്ലേ ചേട്ടാ പാഴ്സ്ലി? ഇങ്ങനെ ഇത് ഡ്രൈഡ് പാഴ്സ്ലി ആണ് കേട്ടോ. അല്ലാത്ത പാഴ്സ്ലി ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, ഫുൾ ഗ്രീൻ ആയിട്ട് ഈ സോസ് കിടക്കുന്നതാണ്. നമുക്ക് നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ആ ഫിഷ് ഇതിലേക്ക്, ഫിഷ് അതിലോട്ടാണ് ഇതിലോട്ടാണ് ഇതിലേക്ക് ഞാൻ ഈ ഗ്യാസിൽ വെക്കണോണ്ടാണ്, നല്ല ചൂടായിരിക്കില്ലേ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഒഴിക്കട്ടെ. നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
കഴിഞ്ഞ ഡിഷ് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. ഇളക്കല പൊട്ടിപ്പോവില്ലേ? അപ്പോൾ അതേ ടേസ്റ്റിംഗ് ടൈം ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? മുള്ളുണ്ടാടി, നോക്കണം. മുള്ളിപ്പോൾ ഇതിലില്ല, സൂക്ഷിക്കണേ. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കൊതിയാവുണ്ടാവും, അത്രയും ടേസ്റ്റാണ്. സൂപ്പർ. നോക്കട്ടെ. ഇതെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? എന്റെ ദൈവമേ, അത്രയും സൂപ്പർ. ഇത് കാര്യമായിട്ട് പറയണേ കേട്ടോ. ഒരു രക്ഷയില്ല. നമുക്കൊരു 10-15 മിനിറ്റ് മതി. ആ ഫിഷ് കട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്ക്. ലെമൺ റൈസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റൈസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ആയിരിക്കും നല്ല. നമ്മുടെ സാധാരണ ചോറിൻ്റെപ്പം പോകുമെന്ന് എനിക്ക് സംശയമാണ്. അപ്പം അത് ഈ ചട്ടി വെറുതെ കളയണില്ല. ഇതിൽ കുറച്ച് ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ചോറൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.